മൈ സ്പൈ ദ എറ്റേണൽ സിറ്റി 2020 പുറത്തിറങ്ങിയ ആമസോൺ പ്രൈമിൻ്റെ മൈ സ്പൈ എന്ന് പറയുന്ന സിനിമയുടെ ഒരു സീക്വലാണ് ഈ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് മൈ സ്പൈ ദ എറ്റേണൽ യൂണിവേഴ്സ്. മൈ സ്പൈ ദ എറ്റേണൽ സിറ്റി 2020 പുറത്തിറങ്ങിയ മൈ സ്പൈ എന്ന് പറയുന്ന സിനിമയുടെ ഒരു സീക്വലാണിത്. ആമസോൺ പ്രൈമിലാണ് ഈ രണ്ട് സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു കോമഡി ആക്ഷൻ ജോണറിലൊക്കെയാണ് ഈ ഒരു സിനിമ വരുന്നത്. ഒരു സ്പൈ സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിനകത്ത് ഫസ്റ്റ് സിനിമ, ഈ രണ്ട് സിനിമ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഫസ്റ്റ് സിനിമയാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ഒരു സിനിമയുടെ സ്റ്റോറിയും ആ ഒരു ലെങ്തും ആ ഒരു പ്രസൻറ്റേഷനൊക്കെ ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്, കണ്ടിരിക്കാനായിട്ട്. ഡേവിഡ് ബാറ്റിസ്റ്റയാണ് സിനിമയിൽ ലീഡിങ് റോൾ ചെയ്തിട്ടുള്ളത്. ജെ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു CIA ഏജൻറ്റാണ്. പുള്ളിക്കാരൻ ഭയങ്കര കൂളായിട്ടാണ് ഈ കോമഡി ക്യാരക്ടറൊക്കെ ചെയ്യുന്നത്. അത്രയും വലിയ ബോഡിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഭയങ്കര കോമഡി ക്യാരക്ടർ ഭയങ്കര കൂളായിട്ട് ചെയ്യുന്നൊരു ആക്ടർ കൂടിയാണ് ബാറ്റിസ്റ്റ എന്ന് പറയുന്നത്. അപ്പം ഈ സിനിമയുടെ ഫസ്റ്റ് സിനിമയും സെക്കൻഡ് സിനിമ നമ്മൾ ഒരുമിച്ച് റിവ്യൂ ചെയ്യേണ്ടി വരും, കാരണം ഫസ്റ്റ് സിനിമയെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഫസ്റ്റ് സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെ എന്ന് പറയുന്ന CIA ഏജൻറ്റും ബോബി എന്ന് പറയുന്ന അസിസ്റ്റൻറ്റും കൂടി ഒരു ഡ്രഗ് ഡീലറിൻ്റെ വൈഫിനെയും മകളെയും അണ്ടർ കവറിൽ സ്പൈ ചെയ്യാനായിട്ട് പോകുന്നു. അവർക്ക് ആ ഒരു ഡ്രഗ് ഡീലറുമായിട്ട് റിലേഷൻ ഉണ്ടോ, ബന്ധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോകുന്നു. അതാണ് സോഫിയും കേറ്റും. സോഫി എന്ന് പറയുന്നത് 9 വയസ്സുള്ള പെൺകുട്ടിയാണ്. അപ്പം ഇവർ അണ്ടർ കവറിൽ അവരുടെ ബിൽഡിങ്ങിൽ പോകുന്നു, താമസിക്കുന്നു. ഈ പെൺകുട്ടി, സോഫി എന്ന് പറയുന്ന പെൺകുട്ടി ജെ എന്ന് പറയുന്ന ക്യാരക്ടർ സ്പൈ ആണെന്ന് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഇവർ തമ്മിൽ ഒരു ഡീലിലെത്തുകയാണ്. ഈ അത് സോഫിയെ ജെ പഠിപ്പിക്കാം എങ്ങനെയാണ് നല്ല സ്പൈ ആവുന്നത്, ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളൊരു ഇതിൽ വരുന്നു. അപ്പം സോഫി ജെ കൊണ്ട് കേറ്റിനെ, അതായത് സോഫിയുടെ അമ്മയെ ഡേറ്റ് ചെയ്യിക്കാനുള്ള പ്ലാനുകളൊക്കെ സെറ്റ് ചെയ്യുന്നു. ഇതിനിടയ്ക്കൂടി ഡ്രഗ് ഡീലറും കാര്യങ്ങളൊക്കെ വരുന്നു, അച്ഛനായിട്ടുള്ള ക്യാരക്ടറൊക്കെ വരുന്നു. അപ്പം ഈ ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. അങ്ങനെ പോകുന്ന അതിനകത്ത് നല്ല അത്യാവശ്യം നല്ല ആക്ഷൻ സീക്വൻസ്. ഈ മൈ സ്പൈ എന്ന് പറഞ്ഞ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ ഒരു പെൺകുട്ടി ഇതിനകത്ത് സ്പൈ ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്പൈ സാധനം എത്ര വേണ്ടെന്ന് പറഞ്ഞാലും ജെക്ക് വേണ്ടി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു ഫസ്റ്റ് സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ജെയും സോഫിയും തമ്മിലുള്ള ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുകയാണ് ഫസ്റ്റ് സിനിമയിൽ ചെയ്തത്. അത് ഭയങ്കര രസമാണ്. ആ ഒരു സിനിമയുടെ ക്ലൈമാക്സും സിനിമയുടെ ക്ലൈമാക്സ് ആയിട്ട് നടത്തുന്നുണ്ട്. അതിനകത്ത് ഒരു ചെറിയ പാളിച്ചകൾ ഒഴിച്ച് ബാക്കി എല്ലാം ക്ലീനായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയായിരുന്നു ഫസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് വരുന്നു, ദ എറ്റേണൽ സിറ്റി എന്ന് പറയുന്ന പാർട്ട് വരുന്നു. 4 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. സിനിമയിലും 4 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 9 വയസ്സുള്ള സോഫി ഇപ്പോൾ 13 വയസ്സുള്ള ഒരു ടീനേജറാണ്. സ്കൂളിൽ കൊയറിലുണ്ട്. അതേപോലെ തന്നെ ഒരു സൈഡിൽ കൂടെ ജെ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഈ ജെയും സോഫിയും അമ്മയും തമ്മിൽ ഡേറ്റിങ്ങിലാണ്. അങ്ങനെ ഒരു ഫാമിലിയായിട്ട് ഇവർ പോകുന്നു. അതിനിടയ്ക്ക് ഇവർക്കൊരു ചീഫുണ്ട്, അതായത് നമ്മുടെ ജെയുടെ ചീഫിനൊരു മകനുണ്ട്, കോൾ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ സോഫിയോടാണ് പഠിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു സെക്കൻഡ് സിനിമയിലേക്ക് വരുന്നത്. സെക്കൻഡ് സിനിമ കുറച്ചും കൂടെ ഭയങ്കര ന്യൂക്കൊക്കെ കൊണ്ടുവന്നിട്ടുള്ള, അല്ലെങ്കിൽ പണ്ട് റഷ്യക്കാർ മറന്നുപോയ കുറച്ച് ന്യൂക്ലിയർ ബോംബുകളുടെ ആക്ടിവേഷൻ ഗീക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഇതിൽ ഒരു അണ്ടർ കവർ ഓപ്പറേഷൻ അല്ലെങ്കിൽ റോഗ് ഓപ്പറേഷനൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത്. കാരണം ഈ കിം എന്ന് പറയുന്ന ആ ഒരു ചീഫും ബോബിയും നമ്മളുടെ ജെയും സോഫിയും കൂടെ ചേർന്നിട്ടുള്ള അണ്ടർ കവർ മിഷനൊക്കെയാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചു പോകുന്നത്. പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ആക്ഷൻ സീക്വൻസ് വളരെ കുറവാണ്. ഒരു പർട്ടിക്കുലർ 1-2 ആക്ഷൻ സീക്വൻസ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആക്ഷനേ ഇല്ല. ഒരു കോമഡി സിനിമ കാണുന്ന ആ ഒരു ഇത്. ഞാൻ ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് ഈ സോഫി എന്ന് പറയുന്ന ക്യാരക്ടറിന് നല്ലൊരു ആക്ഷൻ സീക്വൻസ് ഒക്കെ കൊടുത്ത് ആ കുട്ടിയെ ഒരു നല്ല സ്പൈ ആയിട്ട് കൊണ്ടുവരും എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അത്രയ്ക്കൊന്നുമില്ല. ഇത് ആ ഒരു സോഫിയും നമ്മളുടെ ജെ തമ്മിലുള്ള റിലേഷൻ ഒന്നും കൂടെ ഒന്ന് ഫിക്സ് ചെയ്യാനായിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതായത് ഒരു അച്ഛൻ മകൾ സാധനം, ആ ഒരു സാധനം കൊണ്ടുവരാനായിട്ട് ഈ ഒരു സിനിമയിൽ അവർ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ നമുക്കങ്ങനെ ഫീൽ ചെയ്യും. ഇനി മേ ബി ഈ ഒരു ഫ്രാഞ്ചൈസിയിലൂടെ അടുത്ത സിനിമയൊക്കെ വരുന്ന സമയത്ത് മേ ബി ആ ഒരു പെൺകുട്ടിയെ കുറച്ചും കൂടെ ഒരു നല്ല സ്പൈ ആയിട്ട് കൊണ്ടുവരികയോ ആ പെൺകുട്ടിക്ക് കുറച്ച് മിഷൻസൊക്കെ കൊടുക്കുന്ന ആ ഒരു സാധനങ്ങളൊക്കെ ഒരു CIAയിൽ വരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വരുമായിരിക്കും, ഇനി ഫ്യൂച്ചറിൽ വരുമായിരിക്കും. കാരണം ഇത് 2 സിനിമയായിട്ടേ ഉള്ളൂ. ഇതൊരു വലിയ സിനിമയാവാം, അല്ലെങ്കിൽ ഒരു വലിയ ഫ്രാഞ്ചൈസി ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം ഇതിപ്പോൾ 2 സിനിമയായി. എന്തുകൊണ്ട് ഈ ഒരു കുട്ടിയെ ഇനി വളർത്തിക്കൊണ്ട് വന്നുകൂടാ? ഇതുപോലെയാണല്ലോ മിഷൻ ഇമ്പോസിബിളൊക്കെ വന്നത്, ഒരു സിനിമയിൽ തുടങ്ങിയതാണ്. പിന്നെ ഇങ്ങനെ നല്ല കഥകൾ വെച്ച് ഇതിൻ്റെ സ്റ്റോറിക്കൊരു എന്തൊക്കെയോ പോരായ്മകൾ എനിക്ക് ഫീൽ ചെയ്തു. ഇതിനകത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള വില്ലൻ ഇല്ല എന്നുള്ളത് അതൊരു സത്യമാണ്. എന്നാലും എന്തൊക്കെയോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് സിനിമയെ കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തെന്നുള്ളതാണ്. പക്ഷേ 1 ടൈം വാച്ചബിളാണ്. സ്ട്രിക്ട്ലി ഇത് കോമഡി ഉണ്ടായതുകൊണ്ട് സ്ട്രിക്ട്ലി 1 ടൈം വാച്ചബിളാണ്. കാരണം ഭയങ്കര സീരിയസ് സിറ്റുവേഷനിലൊക്കെ വില്ലൻ നിന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് വെച്ചിരിക്കുന്ന വില്ലൻ വന്നിട്ട് കോമഡി സാധനങ്ങൾ പറയുന്ന സമയത്ത് ഓക്കെ ആ ഒരു കോമഡി സിനിമയാണ് എന്ന് നമുക്ക് തോന്നും. ഇതിൻ്റെ ക്ലൈമാക്സിലേക്കൊക്കെ പോയ സമയത്ത്
ഭയങ്കര അങ്ങ് ഒരു റോംകോം എന്ന് പറയുമ്പോൾ ഒരു കോമഡി സിനിമ, പക്ക കോമഡി സിനിമ, ഒരു സ്പൈ ആക്ഷൻ എന്നുള്ളതിൽ നിന്നൊക്കെ മാറ്റി ഒരു കോമഡി സിനിമയിലേക്കൊക്കെ പോയി, അല്ലെങ്കിൽ ഒരു കോമഡി ഡ്രാമ എന്നൊക്കെ പറയാവുന്ന ജോണറിലേക്കൊക്കെ പോയി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കുറച്ചും കൂടി ഒരു നല്ല സ്റ്റോറി ആയിരുന്നു. ഈ ഒരു സ്റ്റോറിയെ കുറച്ചും കൂടെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു. ഇപ്പം ന്യൂക്ലിയർ ബോംബ് അല്ലെങ്കിൽ നൂക്സ് ഒക്കെ ഉള്ളത് നമുക്കിപ്പം മിഷൻ ഇമ്പോസിബിൾ അത് ഈ സാധനം കണ്ട് മടുത്ത് കിടക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിനെ കൊണ്ടുവന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒന്ന് ഒരു ബെറ്റർ സ്റ്റോറി, ഒരു ബെറ്റർ വില്ലനെ കൊണ്ടുവന്ന് ഒരു ബെറ്റർ സ്റ്റോറി കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ കിടിലമായിരുന്നേനെ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഈ സെക്കൻഡ് സിനിമ എനിക്ക് ഫസ്റ്റ് സിനിമയാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. അപ്പം നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കുക, 2 സിനിമ ഒരുമിച്ച് കാണുക. ഫസ്റ്റ് കണ്ടിട്ട് സെക്കൻഡ് കാണുക, എന്നാലേ സ്റ്റോറി മനസ്സിലാകുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാകില്ല. ആമസോൺ പ്രൈമിലാണ് സിനിമയുള്ളത്. അപ്പം അവിടെ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു കോമഡി ആക്ഷൻ സിനിമ ഇതാണ് നമ്മളുടെ മൈ സ്പൈ എറ്റേണൽ സിറ്റി.